നമ്മള് പുറത്തിറങ്ങിയ സമയത്ത് കപ്പെടുത്ത് കഴിഞ്ഞിട്ട് ശേഷവും ഈ ശൈത്യ ആയിക്കോട്ടെ ബിന്നി ആയിക്കോട്ടെ ഇവർ രണ്ടുപേരും ഇട്ട സോഷ്യൽ മീഡിയയിൽ ഇട്ട പ്രതികരണങ്ങൾ കണ്ടിരുന്നു. കാരണം അഖിൽമാറിനിട്ട് ഒരു കൊട്ട് കൊടുത്തിരുന്നു. അല്ല, എനിക്കും കിട്ടിയായിരുന്നു. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വിചാരിച്ചിരിക്കുന്ന തെറ്റിദ്ധാരണകളാണ്. ബിക്കോസ് ഇപ്പോ സൈബർ അറ്റാക്കുകൾ ഒരാളെ ആഹ്വാനം ചെയ്ത് വിടുന്നതല്ല, അത് അവർ മനസ്സിലാക്കണം. ബിക്കോസ് അവർ ചെയ്തതിൻ്റെയാണ് അവർക്ക് കിട്ടുന്നത്. അത് അവർ അപ്പോൾ ഒബ്വിയസ്ലി അനു ചെയ്താലും അനുവിന് കിട്ടിയിട്ടുണ്ട്. അനു നെഗറ്റീവ് കാണിക്കുകയാണെങ്കിൽ അനുവിന് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോഴും അനുവിന് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. സോ ഈ അനുവിന് നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത് പിന്നീട് ആൾക്കാരാണ്, ശൈത്യയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും. അതുപോലെ തന്നെയാണ് അവർക്കെതിരെ വരുന്നതും. ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ സൈബർ അറ്റാക്ക് ആഹ്വാനം ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോലും ഒരു പ്രൂഫ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് എന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു റൂട്ടിലൂടെ അല്ല നമ്മളുടെ ഒരു പ്രൊമോഷൻ രീതി വർക്കൗട്ട് ചെയ്യുന്നത്. ഒരാളെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. സോ എനിക്ക് പറയാനുള്ളത്, ഇത് കാണുന്ന ആൾക്കാരെ ഇനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞു, അപ്പം എനിക്ക് അവരോടൊന്നും ദേഷ്യമില്ല. പിന്നെ അവരെയും ആരും ഒന്നും പറയാതിരിക്കുക. കാരണം അവരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളായിരിക്കാം. അതിനെ അവർ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർ ചെയ്തത് ന്യായമാണ്. പക്ഷെ ജനങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് പ്രതികരിച്ചെന്ന് വരാം. എന്നാൽ പോലും നിങ്ങൾ മാന്യമായിട്ട് രീതിയിൽ പ്രതികരിക്കുക, ഒരാളെ ഹറാസ് ചെയ്യുക, ബുള്ളി ചെയ്യാതിരിക്കുക, അവർ വിട്ടേക്കുക. കാരണം അവരെ ഇനി ഇങ്ങനെ മോശം പറയണ കാര്യമില്ല. കാരണം അവർ മൂവ് ഓൺ ആവട്ടെ, അവരടുത്ത പരിപാടിക്ക് പോട്ടെ. ബിന്നി നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ല നല്ല പ്രൊജക്ട്സ് ബിന്നി ചെയ്യട്ടെ. ശൈത്യ ഒരു ആർട്ടിസ്റ്റാണ്, ഓൾറെഡി സിനിമയൊക്കെ റെഡി ആളാണ്. ശൈത്യ സിനിമ ചെയ്യട്ടെ, നല്ല ബിക്കോസ് അവരുടെ കരിയറിന് അത് ഭയങ്കര ഹെൽപ്പാവും. നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് മാത്രമേ ഉള്ളൂ. അവരെ ഇനി തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ഷോ കൊണ്ടൊന്നും അവരെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് കൂടുതൽ പ്രൊജക്ട്സ് കിട്ടട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ. അല്ലാതെ അനുമോൾ മാത്രം രക്ഷപ്പെടണം, അനീഷ് മാത്രം രക്ഷപ്പെടണമെന്നല്ലോ. എല്ലാവർക്കും പ്രൊജക്ട്സ് കിട്ടട്ടെ. അവരെല്ലാവരും ബിഗ് ബോസിലേക്ക് വന്നത് എന്തിനാ? കൂടുതൽ പ്രൊജക്ട്സ് കിട്ടാൻ വേണ്ടി. അക്ബർ ആയിക്കോട്ടെ നല്ല ടാലൻറ്റഡ് സിംഗറാണ്, ആര്യൻ നല്ലൊരു ആക്ടറാണ്. എല്ലാവർക്കും നല്ല ഫാൻ ബേസ് ഉണ്ടാവട്ടെ, എല്ലാവർക്കും പ്രൊജക്ട്സ് ഉണ്ടാവട്ടെ. ബിക്കോസ് ഞാൻ ആ ഒരു ഫ്രറ്റേണിറ്റി വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് അവരെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. നാളെയായാലും മറ്റന്നാൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് ഒരാളോടും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഒരാളുടെ മോശം കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അവർ ബിഗ് ബോസ് ഷോ കഴിഞ്ഞു, അത് വെച്ച് ആരും വിലയിരുത്താതിരിക്കുക. എന്തായാലും പറഞ്ഞത് ഒരാള് ഡയറക്ടറാണ് ഓൾറെഡി. അതെ അതെ. അപ്പം അനുമോളെ നായികയായിട്ട് വലിയൊരു പടം ചെയ്യാൻ പോകുന്നത് കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഒരു അല്ല, അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ട്. നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ ബാക്കപ്പ് വന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ബിഗ് ബഡ്ജറ്റ് മൂവി വരുന്നുണ്ട്. അതേപോലെ തന്നെ പല ഒരു അടിപൊളി പ്രൊജക്റ്റ് വരുന്നുണ്ട്. അനുമോള് നായികയായിട്ട് നല്ലൊരു സ്റ്റാർ ഹീറോ ആയിട്ടൊരു സാധനം വരുന്നുണ്ട്. അതെനിക്കൊന്ന് ഉടനെ തന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അനുമോള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നായികയായിട്ട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് വല്ല ക്യാരക്ടർ റോളും മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം നായികയായിട്ടൊക്കെയാണ് കോൾസ് വരുന്നത്, നല്ല ഹീറോസിൻ്റെ കൂടെയാണ്. അത് ആ പ്രൊജക്റ്റ് വരുമ്പോൾ നിങ്ങൾ ഞെട്ടും. അത്ര നല്ല പ്രൊജക്ട്സാണ് അനുമോൾക്ക് വരുന്നത്. ഡയറക്ടർ ഞാൻ ഒരു പടം ചെയ്യും, ഡെഫിനറ്റ്ലി ഒരു പടം ചെയ്യും. അതേപോലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ പുള്ളിക്കാരനെ വെച്ചൊരു പടം വരുന്നുണ്ട്. അത് ഉടനെ ഒരു 2-3 ദിവസമുള്ള അനൗൺസ് ചെയ്യും. എല്ലാം മൊത്തത്തിൽ അല്ല, എനിക്ക് അതാണ് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ്, ഒരു ബിഗ് ബോസ് കഴിഞ്ഞാലും ജനങ്ങളുടെ കിട്ടിയ ഹൈപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫേക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ജനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതാണ് ഈ പ്രൊജക്റ്റുകളെല്ലാം. അവർക്ക് വീണ്ടും അനുമോളെ കാണണമെങ്കിൽ ഈ പ്രൊജക്റ്റുകളിലൂടെ ഇനി കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പ്രൊജക്റ്റുകൾ നല്ല നല്ല പ്രൊജക്റ്റുകൾ വന്ന് അനുമോൾക്ക് ആ രീതിയിലുള്ള ഹൈപ്പും കാര്യങ്ങളും കിട്ടട്ടെ. ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരു പ്രൊജക്റ്റ് കിട്ടുമ്പോൾ മാത്രമേ നമുക്കൊരു കരിയർ സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അനുവിൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞ സിനിമയാണ്. അതും നായികയായിട്ട് വരണമെന്നല്ല കേട്ടോ, ജസ്റ്റ് ക്യാരക്ടർ റോൾസും. സിനിമയിലെ ആൾക്കാർ, വലിയ സ്ക്രീനിലെ ആൾക്കാർ തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷെ അതിലും വലുത് അനുപ്പം മാറിക്കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഒരു തെളിവ്. ഇപ്പം നമ്മൾ ഓവറോൾ എടുക്കുമ്പോൾ വിജയം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 57% വോട്ടുകൾ ആണ് ജയിച്ചത്. പക്ഷെ എന്നാലും ചെറിയ തോതിൽ ആൾക്കാർ എപ്പോഴും PR പറ്റി ചർച്ച ചെയ്യും. ഇപ്പൊ അനുമോളായാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമുക്കിപ്പോ 57% വോട്ട് കിട്ടി ജയിച്ചിട്ടും ഒരു പിന്തുണ കിട്ടിയിട്ടും ഇടയ്ക്ക് ഈ PR എന്ന് പറഞ്ഞ് നമുക്കൊരു വിഷമം ഉള്ള രീതിയിലേക്ക് പോകുന്ന ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അല്ല, അനുമോൾക്ക് അത് വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് അനുമോൾ അവിടെ സർവൈവ് ചെയ്യുന്നൊരു വിജയമാണ്. ഞാനെന്ന് പറഞ്ഞ ആൾ ജസ്റ്റ് ഒരു 1% സപ്പോർട്ട് മാത്രമാണ്. എനിക്ക് ഒരുപാട് ഒന്നും വർക്ക് ചെയ്യാൻ അവിടെ സ്കോപ്പ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ അനുമോൾ അവിടെ പെർഫോം ചെയ്യുന്നതും അനുമോൾ അവിടെ സർവൈവ് ചെയ്യുന്നതും അനുമോൾ അവിടെ കൊടുക്കുന്ന കണ്ടന്റ് അനുസരിച്ചാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അനുമോൾ അവിടെ ആൾക്കാർ കരയിച്ചിട്ടുണ്ടെങ്കിൽ ആ കരച്ചിലിനാണ് വോട്ട് ഇട്ടിട്ടുള്ളത്. ആ കരച്ചിലിന് ആൾക്കാരുടെയും കൂടി ഇമോഷൻ ആയപ്പോഴാണ് അത് വോട്ടായിട്ട് കൺവേർട്ട് ആയത്. ആ വോട്ടുകളൊന്നും നമുക്ക് എത്ര കാശ് കൊടുത്താലും കിട്ടാത്ത ഒന്നാണ്. വോട്ടുകൾ കാശ് കൊടുത്ത് കിട്ടില്ല. കാരണം നമ്മൾ മലയാളികളെല്ലാം കാശ് വാങ്ങി വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മന്ത്രിസഭ തന്നെ വാഴ പോയനെ. അങ്ങനെ കാശ് വാങ്ങി വോട്ട് ചെയ്യുന്ന സിസ്റ്റം ഇവിടെ ഇല്ല. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത്രയും വലിയ ഭൂരിപക്ഷം, കാരണം ഇതിന് മുമ്പത്തെ ആഴ്ച അനുമോൾക്ക് 2-3% കൂടുതലുണ്ടായുള്ളൂ വോട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് 15-16% കൂടുതൽ വോട്ട് കിട്ടി.
അത് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ക്യാൻവാസ് ചെയ്തിട്ട് പോലും അത്രയും എനിക്ക് തോന്നുന്നു ഇവർ തൊപ്പീനെ പോലത്തെ ആൾക്കാർ ക്യാൻവാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇനിയും ഭൂരിപക്ഷം കൂടിയാണ്. അപ്പോൾ അനിമോൾക്ക് എന്ത് വന്നാലും നല്ലൊരു ജനപ്രീതി വന്നിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, അനിമോളും അനീഷും ആരും വേണമെങ്കിൽ ജയിക്കാം, പക്ഷേ നമ്മൾക്ക് ഇതിൻ്റെ വോട്ട് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. നമുക്ക് അവസാന ദിവസമാണ് ഇത് അറിയാൻ പറ്റുന്നത്. അവസാന ദിവസമാണ് ഇതിൻ്റെ ഒരു സസ്പെൻസ് വെളിയിലാവുന്നത്, ആർക്കാണ് കൂടുതൽ വോട്ട്. നമ്മളിപ്പോൾ രണ്ടുപേരുടെ ഗ്രൂപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്റ്റീവ് കൂടുതൽ അനീഷിൻ്റെ ആർമിക്കാരായിരിക്കും. അക്ബറിൻ്റെ ആർമിക്കാർ നല്ല ആക്റ്റീവായിരുന്നു, എല്ലാവരും നല്ല ആക്റ്റീവായിരുന്നു, എല്ലാവരും വിന്നറാക്കാൻ തന്നെയാണ് കഷ്ടപ്പെടുന്നത്. പക്ഷേ നമ്മൾക്ക് എത്ര പരിശ്രമിച്ചാലും കിട്ടാത്തതാണ് ജനങ്ങളുടെ ഒരു സപ്പോർട്ട്. അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കൃത്യമായിട്ട് വോട്ടുകൾ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ടോപ്പ് 5 ആണ്. ഡെഫിനറ്റ്ലി എല്ലാവരും വിജയമാണ്. ഈ ഇപ്പൊ അനുമോളുടെ കമന്റ് ബോക്സിലൊക്കെ കാണാം, ഇപ്പോ വിനുവിനെ പറ്റിയിട്ടുള്ള ഒരുപാട് സംസാരങ്ങളുണ്ട്. വിനു ചെയ്തില്ലായിരുന്നെങ്കിൽ, അനുമോൾ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വിനു ഇത്ര സപ്പോർട്ട് വരില്ലായിരുന്നു നോക്കുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല, ഞാൻ പറയല്ലോ, ഞാനൊരു സപ്പോർട്ട് സിസ്റ്റം മാത്രമാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ ആരെങ്കിലും നെഗറ്റീവ് ആക്കുവാണെങ്കിലോ നെഗറ്റീവ് പറയുവാണെങ്കിലോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു നറേഷൻ വരുവാണെങ്കിലോ ആ സമയത്ത് നമ്മൾക്ക് അതിനെ ഒന്ന് ആൾക്കാരുടെ മുമ്പിൽ ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇതല്ല സംഭവിച്ചത്, അവിടെ സംഭവിച്ചത് ഇതാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവണമല്ലോ. പിന്നെ അനുമോളുടെ ലൈവിലെ പല സംഭവങ്ങളും എപ്പിസോഡിൽ വരില്ല, അതും ജനങ്ങൾ അറിയണ്ടേ. സോ ഇതൊക്കെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത്, അല്ലാതെ അതിൽ കൂടുതൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് പിള്ളേർ ഇതിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് പിള്ളേർ ഇപ്പോൾ ഞാനായിട്ട് പോലും കോർഡിനേറ്റ് ചെയ്യാതെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അൺഒഫീഷ്യൽ അനിമോൾ ഫാൻസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മളായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ അവർ അനിമോളെ ജീവിതത്തിൽ സ്നേഹിച്ച് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട്, എനിക്കൊന്ന് അവരുടെ പേജിൽ തന്നെ 700 വീഡിയോസ് അനിമോൾക്ക് വേണ്ടി തന്നെ ഇട്ടിട്ടുണ്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതേപോലെ സ്റ്റാർ മാജിക് മുതൽ ഫാൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. സോ ഇവരാരും എനിക്ക് താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. ഞാൻ പോലും അവരുടെ ഒരു മെമ്പർ പോലെ ചിലപ്പോൾ അവിടെ സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നുമല്ല ഈ ഫാൻ ഗ്രൂപ്പിലൊന്നും. അപ്പോൾ ഇവരെ പോലെ കുറേ ആൾക്കാരുണ്ട്. അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 50ഓളം പിള്ളേർ ഉണ്ട്. ആക്ച്വലി അവരുടെ ഒരു പരിശ്രമം കൂടിയാണ് ഈ വിജയം, അല്ലാതെ ഞാൻ ജസ്റ്റ് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. അവരും എല്ലാവരും പിന്നെ അനിമോളുടെ സ്ട്രഗിളും കൂടി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അനിമോൾ ഒരാൾ കണ്ടന്റ് കൊടുക്കാതെ ഒരിക്കലും വിജയമാവില്ല. സോ അനിമോളുടെ വിജയമാണ് അത് ആക്ച്വലി, അല്ലാതെ PR-ൻ്റെയോ പിള്ളേരുടെ വിജയമല്ല. ഈ അവസാനം ഈ എയർപോർട്ടിൽ വന്ന സമയത്ത് ഫോണിൽ ഇപ്പൊ വിനു ആയാലും തന്നെ വിനു പറഞ്ഞിരുന്നു, ഗൂഗിൾ പേയിൽ കാണിച്ചു കൊടുത്തിരുന്നു അനുമോൾക്ക് പേയ്മെന്റ് കാര്യത്തിന്. അപ്പൊ ഇത് വെച്ചിട്ട് ഒരുപാട് മറ്റേ കൂടുതലുള്ള മത്സരാർത്ഥികൾ ഈ പറഞ്ഞ പോലെ അവരുടേതായ രീതിയിൽ ഈ വിനു പറയുന്നത് വേറെ, ഇതെന്താന്ന് അറിയോ, എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആണ് ഈ PR-ന് എത്ര ചെലവാകും. ഇതെന്ന് വെച്ചാൽ ഒരു നുണക്കഥ പ്രചരിപ്പിക്കുന്ന പോലെയാണ് ഈ 16 ലക്ഷത്തിന്റെ കഥ വന്നത്. ഇത് എവിടെ നിന്നൊക്കെയാണ് വന്നത് എന്നുള്ളത് ഒരു പ്രൂഫ് ഇല്ലാതെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ പോലും ഞാൻ ഈ 16 ലക്ഷം ഒന്നും ഞാൻ എടുത്തും പറയത്തില്ല. ഞാൻ ചിലപ്പോൾ അതിൽ കൂട്ടി പറയും. മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ ഇതിൽ അങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഒരാളോട് പോപ്പുലറായിട്ട് സംസാരിക്കാനൊന്നും പറ്റുന്ന ഒരു സാധനമല്ല PR എന്ന് പറഞ്ഞാൽ. നമുക്ക് അത്ര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനമാണ് അത്. അനിമോളെ പോലെ ഒരു പിശുക്കി PR 16 ലക്ഷത്തിന് എടുത്ത് പറയുമ്പോഴാണ് അനിമോളുടെ ഫാമിലി, അനിമോളടക്കം അതൊരു ഇതായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ ഞാൻ പറയാണ്, ഈ കണ്ടസ്റ്റന്റുകൾക്ക് അവർക്ക് എല്ലാവർക്കും PR ഉണ്ടല്ലോ, ആ PR-കൾ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വെറും 10 ലക്ഷമല്ലേ ഞങ്ങൾക്ക് തന്നത്, അനിമോൾ 16 ലക്ഷം കൊടുത്തിട്ടാണ്. ആ രീതിയിൽ അവരുടെ മാർക്കറ്റ് അവർ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ചെയ്താലായിരിക്കാം ഇപ്പോൾ ഞാൻ വാങ്ങുന്നത് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ അവർ ചെയ്ത വർക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് അതിൽ നിന്ന് തടി തപ്പാൻ വേണ്ടി അവർ പറയുന്നൊരു ന്യായമായിരിക്കാം. ബിക്കോസ് എല്ലാവർക്കും കാശ് കൊടുത്തിട്ടാണ് അവർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അവരുടെ വർക്ക് സക്സസ്ഫുൾ ആകാത്തത് അവർ ബ്ലെയിം ചെയ്യും. എന്താണ്, ഇത്രയും കാശ് കൊണ്ടാണ് ഇവർ സക്സസ്ഫുൾ ആയത്, ഇത്രയും കാശ് ഇല്ലാത്തതുകൊണ്ട് ഇവർ സക്സസ്ഫുൾ ആയത്. സത്യസന്ധമായി എനിക്കും അനിമോൾക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് ഞങ്ങൾ തമ്മിൽ എന്താണ് ആ ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ് എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത് അതൊരു വലിയ തുകയല്ല. അനിമോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഏകദേശം തുക മാത്രമാണ്. അല്ലാതെ ഞാൻ പിന്നെ കാണിച്ചത് എനിക്ക് ചുമ്മാ ടോക്കൺ അഡ്വാൻസ് പോലെ എന്നെ നിർബന്ധിച്ച് എനിക്ക് തന്ന സാധനമാണ്. ഞാൻ വാങ്ങിച്ച സാധനമല്ല, എന്നെ നിർബന്ധിച്ച് വിനോദ് കയ്യിൽ വെക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൈനീട്ടം പോലെ, വിഷു കൈനീട്ടം പോലെ തന്നാണ്. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് കൈക്കൂലി തന്നു, ഇങ്ങനെ കൈനീട്ടം പോലെ തന്നു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതാണ് ഞാൻ കാണിച്ചത്. പക്ഷെ മണ്ടത്തരം പറ്റിപ്പോൾ ഞാൻ മോളിൽ ഹൈഡ് ചെയ്യാൻ മറന്നുപോയി. അത് ഭയങ്കര ട്രോൾ കിട്ടുന്നുണ്ട്. അനിമോളൊക്കെ എന്നെ വിളിച്ചത് പച്ചത്തരെ വിളിച്ചത്, നമ്പർ ലീക്ക് ആയിട്ടോ. അയ്യോ അനിമോള്. പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ സിമ്മൊക്കെ എടുത്തിപ്പോൾ ഞാൻ, കാരണം പുതിയ സിമ്മൊക്കെ എടുക്കേണ്ടി വന്നു. എയറിലാണ്. അതേപോലെ ഒരു കാര്യത്തിന് ക്ലാരിറ്റി വരുത്താറുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്, ഒരുപാട് ട്രോളുകളും വന്നിട്ടുണ്ട്. അനിമോൾ അകത്തുനിന്ന് വിനു എന്ന വ്യക്തിയെ കേറാവുന്ന സമയത്ത് മാത്രമേ കണ്ടുള്ളൂ, അല്ലെങ്കിൽ വിനുവിനെ അറിയില്ല എന്നൊരു സംഭവം പറഞ്ഞു. പക്ഷെ വിനു പോസ്റ്റ് ചെയ്ത
ഇല്ല ഞാൻ 2024 പോസ്റ്റ് ചെയ്തിട്ടില്ല. പോസ്റ്റ് ചെയ്തില്ല. ഇല്ല. ട്രോളുകൾ അത് എനിക്ക് തോന്നുന്നു അതും ഫേക്ക് ആയിട്ട് പ്രചരിപ്പിച്ചാണ്. കാരണം അനു പോകുന്നതിന് മുമ്പ് മൈൽ സ്റ്റോൺ മീഡിയ കൊടുത്ത ഇന്റർവ്യൂവിൽ അനു ഇട്ട ഡ്രസ്സിലാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. അത് ഞങ്ങൾ മൈൽ സ്റ്റോൺ മീഡിയ കൊടുത്ത ഇന്റർവ്യൂവിൽ ആ സ്റ്റുഡിയോ ഫ്ലോറിൽ വെച്ചാണ് സെൽഫി എടുത്തിട്ടുള്ളത്. സ്റ്റുഡിയോ ഫ്ലോറിലെ ബൊട്ടീക്കിൽ വെച്ചാൽ സെൽഫി എടുത്തിട്ടുള്ളത്. ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് അനു ഇന്റർവ്യൂ എടുത്തത്. അപ്പോൾ ആ ഡേറ്റ് നോക്കിയാൽ മതി. അത് പോകുന്നതിന്റെ തലേ ദിവസം എടുത്ത ഫോട്ടോയാണത്. അനുവായിട്ട് അങ്ങനെ വലിയ എനിക്ക് കുറേ നാളത്തെ സൗഹൃദം ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് നാളത്തെ ഫ്രണ്ട്സാണ്. പോകുന്നതിൻ്റെ 1 മാസം 2 മാസം ആ ടൈം കാലയളവിൽ തന്നെയാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. ആ സമയത്തും ഇങ്ങനെ അനു നമ്മളോട് സംസാരിച്ച് ആ കുട്ടിയുടെ സംഭവങ്ങളും പരിസരങ്ങളും ആ ക്യാരക്ടറൊക്കെ മനസ്സിലായതിനു ശേഷമാണ് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. നല്ലൊരു ഫ്രണ്ട് ആണല്ലേ? ഡെഫിനറ്റ്ലി നല്ലൊരു ലോയൽ ഫ്രണ്ടാണ് ആക്ച്വലി. കാരണം അവള് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മളെ പറ്റി ഇപ്പോൾ എന്നെ പറ്റി ഒരുപാട് നെഗറ്റീവ്സ് അവൾ കേട്ടാൽ പോലും അവളത് എന്നോട് ചോദിച്ച് ക്ലിയർ ആക്കുള്ളൂ. അവൾ ഒരിക്കലും അത് വേറെ ആളോട് സംസാരിക്കില്ല. ഭയങ്കര ലോയലാണ് ആള്. ആൾക്ക് റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആള് വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ കയ്യിൽ പിടിക്കത്തുള്ളൂ. അവര് ബാക്ക് സ്റ്റാബ് ചെയ്ത ആൾക്ക് നല്ല വിഷമം വരും. ആളെ ചതിച്ചു എന്ന് ആൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്ക് നല്ല വിഷമം വരും. പക്ഷെ ആള് നല്ല ക്ലിയർ ആണ്. ഓരോ കാര്യം ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട. ആളെ പറ്റിക്കാൻ എളുപ്പമെന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം. എന്താണ് അനുവിനെ പറ്റിക്കാൻ വെറും എളുപ്പമാണ്. അനുവിനെ എന്തെങ്കിലും പറഞ്ഞ് മാനിപ്പുലേറ്റ് എളുപ്പമാണ്. പക്ഷെ എന്നാൽ പോലും ആള് പറ്റിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മനസ്സിലാക്കി കൂടെ നിന്ന് അവരെ നല്ലൊരു ഫ്രണ്ട് ആക്കാൻ ശ്രമിക്കും. അവർ പിന്നെ ഒരു നല്ലൊരു ഫ്രണ്ട് ആയില്ലെങ്കിൽ മാത്രമാണ് അനു ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നത്. ആ റിലേഷൻഷിപ്പ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അങ്ങനത്തെ ഒരു സ്വഭാവകാരിയാണ് ആള്. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഇനിയൊരു റീയൂണിയൻ അല്ലെങ്കിൽ ഈ ഗാദറിംഗ് പരിപാടിയൊക്കെ അനുമോൾ എങ്ങനെയാണ് പങ്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ? അനുമോള് ഭയങ്കര കോൺഷ്യസ് ആണ്. കാരണം അനുമോൾക്ക് ഭയങ്കര വിഷമമുണ്ട്. അനുമോള് നല്ല രീതിയിൽ എപ്പിസോഡ്സ് കാണുന്നുണ്ട്. അപ്പോൾ അനുമോള് വിചാരിക്കാത്ത പോലെ പല സംഭവങ്ങളാണ് എപ്പിസോഡ്സ് വന്നേക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിലേക്കാണ് അനുമോള് സംസാരിക്കുന്നത്. അപ്പോൾ പലതും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അനുമോളുടെ പലതും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് കുറച്ച് അൺഹാപ്പിയാണ് എപ്പിസോഡ്സ് വന്നതിൽ. പിന്നെ അനുമോൾക്ക് പക്ഷെ റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ വിജയായി. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ചിലപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ആ ഒരു നിമിത്തത്തിന് വേണ്ടി ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും അനുമോൾക്ക് കുറച്ച് ടൈം വേണ്ടി വരും എല്ലാം ഒന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടി. ഇപ്പൊ ആൾക്കാരുടെ കൂടെ പരിപാടികളൊക്കെ പങ്കെടുക്കും ബാക്കി കണ്ടസ്റ്റന്റിന്റെ കൂടെ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ വരുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ ആള് ബിസിയാണ്. ഇപ്പോൾ 2-3 ഉദ്ഘാടനങ്ങളാണ് ഒരു ദിവസം നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് കൊടുവള്ളിയിലാണ് ഉദ്ഘാടനം. നാളെ ആലുവയിലുണ്ട്, ഇവിടെ കലൂരുണ്ട് ഒരെണ്ണം. പിന്നെ അതിനുശേഷം ക്രൗൺ പ്ലാസിൽ ഒരു പരിപാടിയുണ്ട്. നാളെ തന്നെ 4 പരിപാടിയുണ്ട്. അപ്പോൾ ആൾ അത്യാവശ്യം നല്ല ബിസിയാണ്. പിന്നെ 26-ാം തീയതി ദുബായി പോകുന്നുണ്ട് ഒരു 5 ദിവസത്തേക്ക്. സോ അത്യാവശ്യം നല്ല പരിപാടികൾ ആൾ ബിസിയാണ്. അതിൽ ബിസിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആൾക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 10 ദിവസമൊക്കെ ആൾക്കാർ വിചാരിക്കും ഇവൾക്ക് ഇത്രയും കാശ് സമ്മാനത്തുകയും കിട്ടി, ഇത്രയും കാശ് അവിടെ നിന്നിട്ട് കിട്ടി, കാറും കിട്ടിയിട്ട് പിറ്റേ ദിവസം തൊട്ട് ഇനോഗ്രേഷന് പോകാമെന്ന് ആൾക്കാർ ചിലപ്പോൾ കളിയാക്കും. അങ്ങനെയാണ്. ആൾ ഹാർഡ് വർക്കിംഗ് ആണ്. ഒരു ദിവസം പോലും ഉറങ്ങിയിട്ടില്ല. ഇപ്പം ഇതുവരെ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ആൾ പിറ്റേ ദിവസം തന്നെ സ്വീകരണം അത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹാർഡ് വർക്കിംഗ് ആണ്. അത് ആളുടെ ഒരു ക്യാരക്ടറാണ്. ആള് അങ്ങനെ ഭയങ്കര കാശിന് വേണ്ടി ആക്രാന്തമൊന്നുമില്ല കേട്ടോ. ആൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി ആൾക്ക് അറിയാം ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾ ചെയ്ത് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലാതെ ഒരു ദിവസം മടി പിടിച്ചിരിക്കുന്ന ഒരാളല്ല. എല്ലാ ദിവസവും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അനു. അവസാനമായിട്ട് ഈ ബിഗ് ബോസിൽ കിട്ടിയ കാറ് ബിനുവിനെ കൊടുക്കാന്ന് പറഞ്ഞിട്ടൊരു സംഭവം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ആ കാറ് വേണമെന്ന്. കാരണം അടിപൊളി കാറ്. പക്ഷെ പിന്നെ ആ കാറിന് നല്ലോണം ഗിഫ്റ്റ് ടാക്സ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വലിഞ്ഞു. കാരണം നല്ല ഗിഫ്റ്റ് ടാക്സ് കൊടുക്കേണ്ടത് 35% ഗിഫ്റ്റ് ടാക്സ് ഉണ്ട്. അപ്പോൾ നല്ല കാറാണ്. എനിക്ക് തരാൻ അനുവിന് മനസ്സുണ്ടാവട്ടെ. തരുവാണെങ്കിൽ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കും. ഞാൻ വേണമെങ്കിൽ എൻ്റെ കാറ് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. താങ്ക് യു. ചേട്ടാ നമസ്കാരം. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അനുമോൾക്ക് കപ്പെടുത്തു. എങ്ങനെയുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ? ഹാപ്പി. എനിക്ക് തോന്നുന്നു അനുമോളുടെ ഫാൻസും കുടുംബ പ്രേക്ഷകരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം. എനിക്ക് തോന്നുന്നു അനുമോളും അനുമോളുടെ ഫാമിലി ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ് പേഴ്സണലി. എല്ലാം കൊണ്ടും ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ ജയിച്ചു. ഓക്കെ. ഇപ്പൊ അനുമോൾക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ സ്വീകരണം കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടിരുന്നു? കണ്ടിരുന്നു. അത് ചെറിയ പരിപാടിയായിരുന്നു. കാരണം ആര്യനാട് വന്നിട്ട് അവിടുത്തെ ഒരു കവലയിൽ ഇറങ്ങിയില്ല എന്നുള്ള അതൊരു റോഡാണ് ആക്ച്വലി. ആ റോഡിന്റെ സൈഡിൽ അവരൊരു സ്റ്റേജ് വെച്ചിട്ട് ഒരു ചെറിയൊരു പരിപാടി അവിടുത്തെ ആൾക്കാർക്ക് മാത്രം കാണാം. ബിക്കോസ് ആര്യനാട് എന്ന് പറഞ്ഞ സ്ഥലം വളരെ കുറച്ച് ആൾക്കാർ മാത്രം താമസിക്കുന്ന കുറച്ചധികം പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ പരിപാടി അവിടുത്തെ കാരണം അവർ നല്ലോണം ഹെൽപ്പ് ചെയ്ത ആൾക്കാർ, എല്ലാവരും വോട്ട് ചെയ്യാനും അതിനും ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ്. സോ അവരെ കാണാനും അവർക്ക് ഇന്ററാക്ട് ചെയ്യാനും ഒരു ചെറിയ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു. എന്നാൽ അത് നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തില് എങ്ങനെയുണ്ട് അനുമോള് കപ്പടിച്ചതിന്റെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് മൊത്തത്തില്? അതായത് അനുമോൾക്ക് കപ്പടിച്ചതിനേക്കാളും ഇത് ആഘോഷിക്കുന്നത് മിനി സ്ക്രീൻ ഓഡിയൻസ് ആണ്. നമുക്ക് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട്. അവര് വീട്ടിലിരുന്ന് തുള്ളിച്ചാടുന്നതും അനുമോളെ കാണുമ്പോൾ കുട്ടികൾ മുതൽ അമ്മമാര് വരെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് ആയിട്ട് ഞാൻ കരുതുന്നത്.
എങ്ങനെയുണ്ട് ഇപ്പൊ മനീഷിന്റെ ഒരു സ്വീകരണമൊക്കെ കണ്ടല്ലോ? സെക്കൻഡ് റൗണ്ടിലൊക്കെ നല്ലൊരു സ്വീകരണം. പിന്നെ കാരണം അയാൾ 43% വോട്ട് കിട്ടിയ ആളാണ്. അത്രയും ജനങ്ങൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആൾക്ക് വേണ്ടി അയാളുടെ നാട് സപ്പോർട്ട് ചെയ്യും. നല്ലൊരു കാര്യമല്ലേ? ബിക്കോസ് എല്ലാവർക്കും ഇപ്പൊ അക്ബറിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, നെവിന് നല്ല ജനസമ്മതി ഉണ്ടായിരുന്നു, ആദില, നൂറ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ അങ്ങനെ ഒരു സാധനം വന്നു. ടോപ്പ് 5 അല്ലെ ടോപ്പ് 7 എല്ലാവർക്കും നല്ല സ്വീകരണം. നല്ല കാര്യമല്ലേ? മറിച്ച് നമ്മൾ ഏത് സീസൺ നോക്കിയാലും ടോപ്പ് വിന്നറിന് മാത്രമുള്ള ഒരു സ്വീകരണം പറയണം. എല്ലാവരും ഈക്വലി ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യട്ടെ, അപ്പോൾ അവർ സെലിബ്രിറ്റീസ് ആവുള്ളൂ. നല്ല കാര്യം. ഇപ്പൊ ഈ അനീഷിന്റേതായാലും സ്വീകരണത്തില് റോബിനെ അനുകരിക്കുന്നു പറഞ്ഞിട്ട് കുറെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ട. പക്ഷെ അനീഷ് സ്റ്റൈൽ, അനീഷിന് ഹിറ്റായ ഡയലോഗ്സ് അതൊക്കെയാണ്. അപ്പൊ ജനങ്ങൾ ഡെഫിനറ്റ്ലി ആ ഡയലോഗ് പറയും. അപ്പോൾ ജനങ്ങൾ അത് ഏറ്റു പറയുന്നുണ്ട്. അയാളുടെ ഡയലോഗ്സ് അത്ര ഇമ്പാക്ട്, മിൽമയുടെ പരസ്യം പോലും ആളുടെ ഡയലോഗ് വന്നു. അപ്പോൾ അത്ര ഇമ്പാക്റ്റ് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ സീസണിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് അനീഷും ഡയലോഗുകളും.